കോൺഗ്രസിന് അപ്പോഴും തലവേദനയായി തുടരുകയാണ് ഘടകകക്ഷികൾ. 2 മന്ത്രിസ്ഥാനം വേണമെന്നതിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. മറ്റ് ഫോർമുലകൾ അംഗീകരിക്കില്ലെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ മോൻസ് ജോസഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ടേം വ്യവസ്ഥയിൽ അതൃപ്തി പരസ്യമാക്കി മാനസി കാപ്പനും രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രിസ്ഥാനം 5 വർഷം തന്നെ വേണമെന്നും പറഞ്ഞവർ വാക്ക് പാലിക്കണമെന്നും മാനസി കാപ്പനും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിനെ കാണുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് അർഹമായത് കിട്ടുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. മുസ്ലിം ലീഗിന് അർഹമായത് കൊടുക്കുന്നതിലും മറ്റ് ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന കൊടുക്കുന്നതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ കേരള കോൺഗ്രസിന് അർഹമായത് കിട്ടണമെന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് അതിനകത്തുള്ളൂ. അതുകൊണ്ട് മറ്റ് കക്ഷികളുടെ അവർക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ച് ഒരു പരിഭവമോ അതൃപ്തിയോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അതെല്ലാം തൃപ്തികരമായി തന്നെ, അതാണല്ലോ ടീം UDFിൻ്റെ വിജയം. അങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ്. ആ ടീം UDFിൽ തൃപ്തികരമായി കേരള കോൺഗ്രസിനെ കൂടി ചേർത്ത് പിടിക്കണം എന്നതേ ഞങ്ങൾക്കുള്ളൂ. പാലയിൽ വീണ്ടും ഒന്നാണ് UDFിന്റെ ഭാഗമായി നേതാക്കൾക്ക് 5 വർഷം മന്ത്രിസ്ഥാനം നൽകാവുന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. VD സതീശൻ തന്നെ ഒന്ന് പ്രസംഗിച്ചല്ലേ പാലയിൽ. വാണിജ്യ കപ്പൻ അങ്ങോട്ട് പോകുന്ന വണ്ടിയിലായിരിക്കില്ല, പൊടിവെച്ച വണ്ടിയിലായിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെ VD സതീശൻ പ്രസംഗിച്ചു. അതുപോലെ രമേശ് ചെന്നിത്തല പുള്ളി കൺവെൻഷൻ വന്നപ്പം അദ്ദേഹം അത് തന്നെ പറഞ്ഞു, ഇത് പാലയ്ക്ക് ഒരു വലിയ സമ്മാനം കിട്ടാനിരിക്കുന്നു. VD സതീശൻ വാക്ക് പാലിക്കണം എന്നാണ് അല്ലേ? നമ്മളെ രണ്ടാൾ അങ്ങനെയാണെന്ന് പറഞ്ഞാലല്ലേ. ഇന്നലെ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു പറ്റിയല്ലോ, ഞാൻ അവിടെ പോന്നു. നിങ്ങളെ കാണാൻ ഞാൻ നിന്നില്ല, ഞാനിങ്ങനെ വിളിച്ചു പോയി. അജൂബ് ജേക്കബ് നിങ്ങളുടെ അടുത്തൊന്നും മറുപടി പറഞ്ഞു, ഞാൻ പറയാൻ നിന്നില്ല. ഓപ്പണായിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കി ഞാനില്ല. വിവരങ്ങൾ നൽകാൻ സുനിൽ ഐസക്കാണ് ചേരുന്നത്. സുനിൽ, 2 മന്ത്രിസ്ഥാനം കിട്ടിയേ പറ്റൂ എന്ന് കേരള കോൺഗ്രസും അതുപോലെ തന്നെ ഫുൾ ടൈം മന്ത്രിയാകണമെന്ന മാനസി കാപ്പനും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2 നിലപാടും കോൺഗ്രസിന് വലിയ തലവേദനയാവുകയാണോ? ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ഇവർ ഒരയവ് വരുത്തും എന്ന് കരുതാൻ കഴിയുമോ? ദിവ്യ, 2 കേരള കോൺഗ്രസും കാപ്പനും പരിഭവത്തിലാണ്. ഇപ്പോഴും പൂർണ്ണമായും അവരുടെ പരിഭവം തീർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം 2 മന്ത്രിസ്ഥാനം എന്നതാണ്. അവർക്ക് അതിന് മുന്നിൽ കാരണങ്ങളുണ്ട്. കാരണം ഈ മുന്നണിയിലെ UDFിലെ 3ാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അവരാണ്. മത്സരിച്ച 8 ഇടങ്ങളിൽ 7 ഇടങ്ങളിലും ജയിച്ചു. അവർ വിട്ടുകൊടുത്ത 2 സീറ്റുണ്ട് കോൺഗ്രസിന്, ആ 2 ഇടത്തും ജയിച്ചു. അങ്ങനെ സാങ്കേതികമായി നോക്കുമ്പോൾ 9 ഇടത്ത് അവർ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2 മന്ത്രിമാർ അവർക്ക് വേണം. കഴിഞ്ഞ തവണ 9 MLA-മാരാണ് ഉണ്ടായിരുന്നത് കേരള കോൺഗ്രസ് എന്ന നിലയ്ക്ക്, അതായത് മാണി അടക്കം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ. അന്ന് അവർക്ക് ഇതിൽ കൂടുതൽ പരിഗണന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും 2 മന്ത്രിസ്ഥാനത്തിന് അർഹരാണ് എന്നാണ് അവർ പറയുന്നത്. മറ്റൊന്ന്, ലീഗിന് 22 MLA-മാരുള്ള ലീഗിന് 5 മന്ത്രിസ്ഥാനം നൽകുമ്പോൾ 7 MLA-മാരുള്ള ഞങ്ങൾക്കും വേണം 2 മന്ത്രിസ്ഥാനം എന്നാണ് അവരുടെ മറ്റൊരാവശ്യം. മറ്റൊന്ന്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ മുന്നണിക്കൊപ്പം ഉറച്ചു നിന്ന കേരള കോൺഗ്രസ് ആണ്. നേരത്തെ ഒരു വിഭാഗം, മാണി വിഭാഗം പാർട്ടി പിളർത്തി LDFിനൊപ്പം പോയപ്പോൾ അന്ന് ജോസഫ് ഗ്രൂപ്പിനും ഉണ്ടായിരുന്നു ക്ഷണം. പക്ഷേ അതൊക്കെ പൂർണ്ണമായി നിരസിച്ച് ഈ മുന്നണിക്കൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നിന്നവരാണ്. മറ്റൊന്ന്, ഒരു MLA സ്ഥാനമുള്ളവർക്ക് 1 മന്ത്രിസ്ഥാനം നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് 7 MLA സ്ഥാനമുള്ള ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം നൽകിക്കൂടാ എന്നാണ് അവരുടെ ചോദ്യം. അത് ന്യായമാണ്, സ്വാഭാവികമായും അനുവദിച്ച് നൽകേണ്ട കാര്യവുമാണ്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിനുള്ളിലെ പിണക്കം ഇപ്പോഴും തീർക്കാൻ പറ്റിയിട്ടില്ല. നേരത്തെ നമ്മൾ സേഫ് വളരെ വിശദമായി പറഞ്ഞു. നേരത്തെ മുഖ്യമന്ത്രിയും അടക്കം 11 മന്ത്രിമാരാണ് കോൺഗ്രസിന് പറഞ്ഞിരുന്നെങ്കിൽ അതിപ്പോൾ 12 എന്ന സംഖ്യയിലേക്ക് എത്തി. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസിനെ പരിഗണിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം വരുന്നത്. കേരള കോൺഗ്രസിന് മുമ്പിൽ ഇവർ വെച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ചീഫ് വിപ്പ് സ്ഥാനം, ഒപ്പം ഒരു മന്ത്രിസ്ഥാനം. മറ്റൊന്ന്, ഒരു 2.5 വർഷക്കാലത്തെ ടേം വ്യവസ്ഥയിൽ ഒരു മന്ത്രിസ്ഥാനവും ഒപ്പം അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്കും. ഇങ്ങനെ ഉള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ അവരതൊന്നും അംഗീകരിക്കുന്നില്ല. അവരവരുടെ പ്രതിഷേധം VD സതീശനെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം കുഞ്ഞാലിക്കുട്ടിയുമായി P ജോസഫ് സംസാരിച്ചിട്ടുണ്ട്. ഒരു തീരുമാനത്തിലേക്ക് ഉടൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കരുതുന്നത് അല്പസമയത്തിനുള്ളിൽ PJ ജോസഫും മോൻസ് ജോസഫും ഒരു വട്ടം കൂടി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തും. സണ്ണി ജോസഫുമായും ഒരുപക്ഷെ KPCC ഓഫീസിലെത്തി തന്നെയായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അനുകൂല പരാതിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടോ?
തീർച്ചയായും ഉണ്ട്. നമുക്ക് അതിലേക്ക് വരാം. പിന്നെ അടുത്തുള്ളത് മാണി സി കാപ്പനാണ്. മാണി സി കാപ്പനോട് പറഞ്ഞിരിക്കുന്നത് 2.5 വർഷം വീതം ടേം വ്യവസ്ഥയിൽ അനൂപ് ജേക്കബുമായി മന്ത്രിസ്ഥാനം പങ്കിടുമെന്നാണ്. അത് പക്ഷേ അനൂപ് ജേക്കബിനും സ്വീകാര്യമല്ല, മാണി സി കാപ്പനും സ്വീകാര്യമല്ല. ആദ്യം 2.5 വർഷം അനൂപ് ജേക്കബ്, അതിനുശേഷം മാണി സി കാപ്പൻ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം.